ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ 1 ഇയർ ബേബീൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഈ പിക്ക് കണ്ടാൽ അറിയാം, അത്യാവശ്യം ഫ്ലയർ പോലെയാണ്. ഒരു അംബ്രല ആണ് ഇതിൻ്റെ കട്ടിങ്ങെങ്കിലും ഫ്ലയർ ആയിട്ടാണ് എടുക്കുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഡബിൾ ഫുൾ സർക്കിൾ അംബ്രലയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 മീറ്റർ ഗൗൺ സാറ്റിനാണ്. നോർമൽ സാറ്റിനല്ല, ഗൗൺ സാറ്റിനാണ്. കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ 4 മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്, പിന്നെ നമ്മൾ 1 മീറ്റർ ക്രേപ്പ് ലൈനിങ്, കോട്ടൺ ലൈനിങ്, സ്റ്റിഫ് നെറ്റ്, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ വർക്ക് നെറ്റിൻ്റെ നമ്മളെടുത്തുണ്ടായിരുന്നൊരു പീസാണ്, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണിത് കട്ട് ചെയ്യുന്നത് നോക്കാം. ഈ യോക്ക് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ യോക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഒരു 8.5 ഇഞ്ച് നമ്മൾ യോക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡറായിട്ട് നമ്മൾ 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോളായിട്ട് 5 ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മോളുടെ ചെസ്റ്റ് വരുന്നത് 5.5 ഇഞ്ചാണ്. പിന്നെ അതിലൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആം ഹോളൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1 സൈഡ് എടുക്കുമ്പോൾ 5 ഇഞ്ചാണ്. പിന്നെ നമ്മൾ തയ്യൽത്തുമ്പും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചാണ്. അതുപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് ഒക്കെ എടുക്കാം നമുക്ക്. അങ്ങനെയാണ് ഫ്രണ്ട് നെക്ക് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് നമ്മൾ വി നെക്കായിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 2.5 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് 1/2 ഇഞ്ച് നമ്മൾ അടിച്ചു പോകുമ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒരു 1/2 ഇഞ്ച് കൂടി കൂടുതലിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ബാക്ക് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് സിബ് വെച്ചെടുക്കേണ്ടതെന്ന് തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി നീക്കി വെച്ചിട്ട് നമ്മളതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നോർമലി ചെയ്യുന്ന യോക്ക് തന്നെ. പിന്നെ ഒരു ഫ്രോക്ക് എന്തോ കാണിക്കുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാ മെഷർമെൻറ്റ്സും ഒന്നുകൂടി കാണിക്കണമല്ലോ. എല്ലാവരും നമ്മുടെ എല്ലാ വീഡിയോസും കാണുന്നവരല്ല. ചിലപ്പോൾ ചിലരായിരിക്കാം, ആവശ്യമുള്ളവരല്ല ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് പോകേണ്ടത് കൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീഡിയോസിലും യോക്കും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തോടെ ഈ ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കുറച്ച് മാക്സ് പഠിക്കാം. എങ്ങനെയാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നതെന്നൊന്ന് എഴുതിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. 20 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 3.14 ആണ് വേസ്റ്റ് റൗണ്ടിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ 3.14 എന്ന് വെച്ചാൽ എന്താണ്? പൈ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പൈ എന്ന് വെച്ചാൽ എന്താണ്? പൈൻ്റെ വാല്യൂ ആണ് 3.14. ഒരു സർക്കിളാണെങ്കിൽ ആ സർക്കിളിൻ്റെ പകുതിയാണ് നമ്മൾ പൈ എന്ന് പറയുന്നത്. അതായത് 1 പൈ എന്ന് പറഞ്ഞാൽ 3.14. ഇപ്പം 2 പൈ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സർക്കിളിനാണ് 2 പൈ എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ വേണ്ടത് 2 ഫുൾ സർക്കിളാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഈ ഒരു 2 ഫുൾ സർക്കിളിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഒരു ഫുൾ സർക്കിളിന് നമുക്ക് 2 പൈ ആണെങ്കിൽ രണ്ടാമത്തെ സർക്കിളും കൂടി വരുമ്പോൾ നമുക്ക് 4 പൈ ആണ് നമുക്ക് വേണ്ടത്. അതായത് 2 ഫുൾ സർക്കിളാണ് നമുക്ക് വേണ്ടത്. 4 പൈ എന്ന് വെച്ചാൽ 2 ഫുൾ സർക്കിൾ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 4 എന്ന് വെച്ചാൽ 4 പൈ ആണ്. അപ്പോൾ 4 ഇൻറ്റു 3.14. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കാം. 20 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ചെയ്യുമ്പോഴുള്ള ആൻസർ എത്രയാണ്? 12.56 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 20ന്ന് ഈ 12.56
5, 6 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.599 അങ്ങനെ എന്തോ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളതിനെ 1.5 എന്നാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇതിൽ വരുന്ന റേഡിയസ് 1.5 ആണ്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് നമ്മൾ ഒരു സർക്കിളായിട്ടാണ് നമ്മൾ ചെയ്യണുള്ളൂ. ലൈനിങ്സൊക്കെ നമ്മൾ ഒറ്റ സർക്കിളിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, 20 വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് എത്രയാണ്, ഒരു ഫുൾ സർക്കിൾ വരുമ്പോൾ നമുക്ക് എത്രയാണ് അതിൻ്റെ വാല്യൂ 2π ആണ്. 2πൻ്റെ വാല്യൂ വരുന്നത് 6.28 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.18 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങും ബാക്കിയുള്ളതൊക്കെ നമ്മൾ 3.18 റേഡിയസിലാണ് ചെയ്യുന്നത്. മെയിൻ ക്ലോത്ത് മാത്രമാണ് നമ്മൾ 1.5 റേഡിയസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഈ പയ്യും സർക്കിളും ഒക്കെ വന്നപ്പോൾ എന്തൊക്കെയോ ചെയ്ത് വെച്ച് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവാണ്ടൊക്കെ ഓരോ ക്ലാസ്സും കഴിഞ്ഞു പോയി. ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊക്കെ വന്ന് അതിൽ റേഡിയസും ഫുൾ സർക്കിളും സെമി സർക്കിളും ഒക്കെ വന്നപ്പോഴാണ് നമ്മളിത് കറക്റ്റായിട്ട് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ക്ലോത്ത് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫോൾഡ് ചെയ്തു. ഇപ്പോൾ ഇതൊരു 8 ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 ഫുൾ സർക്കിൾ അംബ്രലയാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മുടെ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് റേഡിയസ് നമ്മൾ മുകൾ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യണം. വേണമെങ്കിൽ നമുക്കിത് ക്രോസ് പോലെ ഇടാം. പിന്നെ ഒരുപാട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. ഇങ്ങനെ ഇട്ടിട്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇത് ഗൗൺ സാറ്റിനാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയുള്ള ക്ലോത്താണ്. അപ്പോൾ ഇനി നമുക്ക് റേഡിയസ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 12 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്ത് അല്ല, ഒരു 3/4 ലെങ്ത്താണ് മോൾക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഫ്ലയർ വേണം, എന്നാൽ പ്ലീറ്റ് പോലൊക്കെ എടുക്കണം. അതുപോലെ തന്നെ എന്നാൽ പ്ലീറ്റ്സ് ഇടാൻ വേണ്ട, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു മോഡലാണിത്. പിന്നെ ചിലർക്കൊന്നും പ്ലീറ്റ്സ് ഇഷ്ടമല്ല, പക്ഷേ നല്ല ഇങ്ങനെയൊക്കെ എടുക്കണം. അത്രയും മെറ്റീരിയൽ വാങ്ങിക്കുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. നമ്മൾ ഇത് കുറച്ച് മെറ്റീരിയലൊന്നും വെച്ചിട്ട് നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. അത്യാവശ്യം മെറ്റീരിയൽ വേണം. ഇത് കുഞ്ഞൊരു മോളായതുകൊണ്ടാണ് നമുക്ക് ഇത്ര കുറഞ്ഞ മെറ്റീരിയൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വലിയവർക്കാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ട്. മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയിലും എല്ലാം മാറ്റമുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം പുതിയ വീഡിയോസുകൾ കാണാം. ഇതുപോലുള്ള ട്രിക്സും ടിപ്സും സ്കൂളിൽ പഠിക്കാത്തതും. ഇപ്പം നമ്മൾ 2 സർക്കിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കണം. 2 സർക്കിളിലും ഓരോ കട്ട് വെച്ച് കൊടുത്തിട്ട് 2 സർക്കിൾസും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അത്രയാണ് നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ പണിയുള്ളൂ. ഇത്രയേ ഉള്ളൂ. മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് എടുത്താൽ പിന്നെ ഇത് കണ്ടുപിടിക്കാൻ ഇത് ചെയ്തെടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 2 ഭാഗവും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ് നമ്മൾ സെമി സർക്കിളായിട്ടാണ് കട്ട് ചെയ്തതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 3.18. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മെയിൻ ക്ലോത്തിൽ നിന്ന് 1 or 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ് ആണിത്. കോട്ടൺ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ സെയിം ആയിട്ട് ക്രേപ്പ് ലൈനിങ് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെയിം മെഷർമെൻറ്റ് തന്നെയാണ് വരുന്നത്. അതിന് ശേഷം അങ്ങനെ ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ക്രേപ്പിൻ്റെ ഒരു സെയിം ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ലെയറിലാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു 2.5 ഇഞ്ച് താഴോട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിഫ് നെറ്റിനെ നമ്മളൊന്ന് പ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 6-7 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിഫ് നെറ്റിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രേപ്പ് ലൈനിങ് വെച്ച് കൊടുക്കുക. സെയിം മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നെറ്റിൻ്റെ ഒരു ലെയറും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ സെപ്പറേറ്റ് വേറെ 2 നെറ്റിൻ്റെ ലെയേഴ്സും കൂടി നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് നല്ലൊരു പഫ്നെസ്സും കൂടി കിട്ടുക. മെയിൻ ക്ലോത്തുകൾ രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ലെയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റിഫ് നെറ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് കോട്ടൻ്റെ ലെയറിൽ വെച്ചിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നെറ്റിൻ്റെ ഒരു ലെയറിലും നമ്മളിതുപോലെ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വേറെ 2 ലെയേഴ്സ് നെറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്, അതും പ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ ലെയേഴ്സും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ മുകളിൽ ഓരോ ലെയേഴ്സായിട്ട് വെച്ചിട്ട് സ്കേർട്ടിൻ്റെ പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. യോക്ക് പാർട്ടൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളിനി ആം റൗണ്ട് മാത്രം ഒന്ന് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്കേർട്ടും യോക്കും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വേസ്റ്റ് റൗണ്ട് സ്കേർട്ടിൻ്റെ റൗണ്ടും കറക്റ്റായിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് തന്നെയാണ്. കുറച്ച് സമയം ആവശ്യമുണ്ട് ഇത്രയും ലെയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. കട്ടിങ്ങും കാര്യങ്ങളും അറിഞ്ഞാൽ നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരുപാട് പേരൊക്കെ ഓൺലൈനിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ നല്ല റേറ്റാണ്. പലരും പല റേറ്റിലാണ് വാങ്ങിക്കുന്നത്. നമുക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും 6 ലെയറായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫ്രോക്ക് ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാച്ചസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതുകൂടി നമ്മൾ ഈ ഒരു ഗൗണിലേക്കായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു വർക്ക് നെറ്റ് നമ്മുടെ അടുത്ത് ഇരുന്നായിരുന്നു. അതിൽ നിന്ന് ഓരോ പീസസ് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് ഒന്ന് ഗം ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം. അതിന് ശേഷം ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസിൽ നമ്മൾ ആ നെറ്റിൻ്റെ ഫാബ്രിക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺ ലേസ് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഗം തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. B7000 ആണ്. അതങ്ങനെ പെട്ടെന്ന് ഇളകി പോരൊന്നുമില്ല. അപ്പം അതോടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിക്ക് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നെറ്റിൽ നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഗം ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ അതൊരു കുറച്ച് ക്ലോത്തിൽ നിൽക്കുന്ന പോലെ ആവില്ല. ക്യാൻവാസിലാകുമ്പോൾ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർഫ്ലൈ ഇതിൽ ഇങ്ങനെ ചെയ്തെടുത്തത്. ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാച്ചസൊക്കെ ഈ ഫ്രോക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലെയിൻ ഒരു ക്ലോത്തായിരുന്നു. അത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്കിതുപോലെ ചെറിയ പാച്ചസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രോക്കിൻ്റെ ലുക്ക് തന്നെ മാറും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജൊന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ പറയുക. എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. എത്ര പഠിച്ചാലും തീരാത്ത ഒന്നാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. ഇതിൽ നമ്മൾ സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവ് പോലെ ഒരു ചെറിയൊരു നോർമലി നമ്മൾ നേരെ കട്ട് ചെയ്തിട്ട് 2 സൈഡിലും ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഓരോ ബോസും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.